ഇതാണ് ഇവിടുത്തെ സ്ട്രോബെറി കൃഷി ചെയ്താട്ടോ. ഇനിയിപ്പോ ജോലി ഇല്ലാണ്ട് വന്നാലോ, അല്ലെങ്കിൽ ഉണ്ടായിരുന്നു ലൈനായിട്ട്. ഇപ്പൊ പയ്യെ താഴത്തേക്ക് ഇറങ്ങി തുടങ്ങിയത്. ജീവിക്കാൻ നമുക്ക് പറ്റണം. അതെ. ഗുഡ് മോർണിംഗ് ഗൈസ്. സമയം ഏകദേശം 7 മണിയായിട്ടുണ്ട്. രാത്രിത്തെ ഉറക്കമൊക്കെ നല്ല സെറ്റായിരുന്നു. പൊളി, ഒരു രക്ഷയില്ല, ഒന്നും പറയില്ല. എന്തായാലും നമുക്ക് ഇന്ന് കൂട്ടുകാരൻ ഇപ്പോഴും കിടന്ന് ഉറങ്ങുവാണ്. നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലും, രാവിലത്തെ കാഴ്ചകൾ. കമോൺ. അത്യാവശ്യം നേരം തണുപ്പുണ്ട് കേട്ടോ, നല്ല സെറ്റ് തണുപ്പ്. രാവിലത്തെ കാഴ്ച എന്ന് പറയുമ്പോൾ തന്നെ ആ മലയോരങ്ങളിലേക്കാട്ടോ പോകുന്നത്. ആരെങ്കിലും എഴുന്നേറ്റിട്ടുണ്ടോ? ഞാൻ മാത്രം എഴുന്നേറ്റിട്ടുള്ളൂ. ചെരുപ്പൊക്കെ മരച്ചിരിക്കുന്നു. നല്ല തണുപ്പുണ്ട്. അവനെന്തായാലും കിടന്ന് ഉറങ്ങിക്കോട്ടെ. അയ്യോ, തണുത്ത് വിറച്ചു തുടങ്ങിയല്ലോ. നമ്മുടെ വണ്ടികളൊക്കെ ഇങ്ങനെ നിരന്നിരിക്കുന്നുണ്ടോ? സയ്യാടെ ഗുഡ് മോർണിംഗ്. അപ്പോൾ കൺഫേം ഗൈസ്, ഞാനും വേറൊരു ചേട്ടനും മാത്രമേ എഴുന്നിട്ടുള്ളൂ. വേറെ ആരും എഴുന്നേറ്റിട്ടില്ല. ഗൈസ്, എനിക്ക് തണുത്തിട്ട് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈപോഡയിൽ ഫോം വെച്ചു കേട്ടോ. ഞാൻ പോയി ജാക്കറ്റ് രാത്രി ഇത്രയില്ല, അത് രാവിലെ നടന്ന് വിറയ്ക്കാൻ തുടങ്ങി. നേരത്തെ പിടിക്കാതെ എന്ന് പറഞ്ഞ ഒച്ചപോലും കേട്ടിട്ടുണ്ടെങ്കിൽ അത് മൊത്തം വിറയാ കേട്ടോ, വേറൊന്നുമല്ല. നല്ല തണുപ്പാ. ഞാൻ ജാക്കറ്റ് ഇട്ടിട്ട് വരാം. അപ്പോൾ ഗൈസ്, ഞാനാണെങ്കിൽ ജാക്കറ്റൊക്കെ ഇട്ടു. നിങ്ങൾ ആ കാഴ്ച കണ്ടോ? ആ വെയിൽ പയ്യെ ഇപ്പോൾ ഏകദേശം സമയം ഒരു 7:49, ഒരു 8 മണിയോടുകൂടി ആ ലൈൻ കണ്ടോ? ആ ലൈൻ ഇങ്ങനെ പതിയെ 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 താഴത്തേക്ക് ഇറങ്ങി വന്ന് അവിടെ ഫുള്ള് നിറയും. അന്നേരം ആ വെയിലത്ത് പോയിരിക്കുന്നതിൻ്റെ സുഖം എൻ്റെ സാറേ ഒരു രക്ഷ ഉണ്ടാകത്തില്ല. പൊളി വൈബ്. പിന്നെ ഇതിൻ്റെ ഒരു കട്ടൻ ചായയും കൂടെ ആയാലോ, അല്ലെങ്കിൽ ഒരു കടുങ്കാപ്പി ആയാലോ. ഇപ്പം വരാം. അപ്പോൾ തയ്യടാ, നമ്മുടെ ഇന്നത്തെ പ്ലാൻസും കാര്യങ്ങളൊക്കെ ഇപ്പൊ എന്താ? ഇതാണ് നമ്മുടെ പാത്രം കഴുകിയതാണ്. ഇവിടുത്തെ ഓളിനോടുണ്ടോ സൈജേട്ടൻ? അത്രയ്ക്കും നല്ല വൈബും അടിപൊളി മനുഷ്യനും കൂടെയാണ് സന്തോഷ് പണ്ഡിറ്റ്. അതാണ് വട്ടവടല സന്തോഷം വന്നിട്ട് പാത്രം കഴുകും, പാട്ട് പാടും, ഓഫ് റോഡ് ചെയ്യും, കുക്ക് ചെയ്യും. അതെ. അപ്പോ എന്നെ അറിയുന്ന എല്ലാവരോടും വലിയ അഹങ്കാരം ആയിട്ടൊന്നും പറയണമെന്ന് കരുതരുത്. ഞാൻ എപ്പോഴും എല്ലാവരോടും പലരോടും പറയാറുള്ളൊരു കാര്യമുണ്ട്. നമുക്ക് എപ്പോഴും ഒരു ജോലി ഇല്ലാണ്ട് വന്നാലോ, അല്ലെങ്കിൽ ആരും നമ്മുടെ കൂടെ ഇല്ലയെന്ന് പറഞ്ഞാലും ജീവിക്കാൻ നമുക്ക് പറ്റണം. അതെ. അപ്പം അതിനെന്തെങ്കിലുമൊക്കെ ഒരു കൈത്തൊഴിലൊക്കെ അറിഞ്ഞിരിക്കണം. ഇപ്പം നല്ല അതൊരു മെസ്സേജായിട്ട് ഞാൻ പറയുന്നുള്ളൂ. അതെ. കേട്ടല്ലോ. ഇപ്പം ഞാൻ കാണിച്ചതുപോലെ തന്നെ ആ സൈഡിൽ ഇത് അവിടെയായിട്ട് ഇങ്ങനെ വെയിലിങ്ങനെ പയ്യെ ലൈൻ ബൈ ലൈൻ ഇറങ്ങി വരുന്നൊരു കാഴ്ച കേട്ടോ. ശരിക്കും സൂപ്പർബ്. ഇവിടെയാണ് നമ്മൾ ഇന്നലെ ക്യാമ്പ് ഫയറൊക്കെ ഇട്ടത്. ഗൈസ്, നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞില്ല, നേരത്തെ ആ ഒരു വെയിൽ അവിടം വരെ ഉണ്ടായിരുന്നു ലൈനായിട്ട്. ഇപ്പോൾ പയ്യെ താഴത്തേക്ക് ഇറങ്ങി തുടങ്ങിയത്. ഇതിപ്പോൾ പയ്യെ നമ്മുടെ ഗ്യാങ് ഒക്കെ എണീറ്റ് വന്നു. ഇന്നലെ തുറക്കം എങ്ങനെയാണെന്നാ? 2 പുതപ്പൊക്കെ ഇട്ട് തലവഴി മൊത്തം മൂടി.
രാവിലെ എനിക്ക് നിൽക്കാൻ വരുന്നില്ല. ഞാനൊരു കാലിലൊരു ഈ സോക്സ് എടുക്കാൻ മറന്നു, മറ്റേ കയ്യിലിടുന്ന ഇവിടെ വരെ മറച്ചിടുന്ന സാധനം അതൊക്കെ എടുത്ത് കാലിൽ ചുറ്റി വെച്ചേക്കുക. ഇതിന്റെ കിടന്നു ജാക്കറ്റ് എടുത്ത് മണ്ടയിൽ കൂടെ, കാലിന്റെ മണ്ടയിൽ കൂടെ കാല് തളർത്തിട്ട് രക്ഷയില്ലായിരുന്നു. ചായയുടെ കൂടെ വൈബല്ലേ. ഞാൻ ചുമ്മാ വർത്താനം പറഞ്ഞ സമയം കളയൊന്നുമില്ല. നിങ്ങൾ എന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വാ. കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ അവിടുത്തെ എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസിലേക്ക് പോയിട്ടോ. അമ്പും വില്ലും ഷട്ടിൽ കളിയും അതുപോലെ തന്നെ തെറ്റാലിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കളിച്ച് നമ്മൾ അത്യാവശ്യം സമയം അവിടെ നല്ലപോലെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റും കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് വട്ടവട ഹിൽ ടോപ്പൊക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് നിർത്തിയൊരു ലൊക്കേഷനാണ്, നല്ല ബ്യൂട്ടിഫുൾ ലൊക്കേഷനാണ്. കുറേയധികം ജീപ്പ് സഫാരികളും അതുപോലെ തന്നെ കുറേയധികം റൈഡേഴ്സ് ഇവിടെയൊക്കെ നിന്നിട്ടുണ്ട്. നിന്നതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ നിന്നത് തന്നെ. അതുപോലത്തെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈവൻ അവിടെ നമ്മൾ പോകുന്ന വഴി വരെ അത്രയ്ക്കും മനോഹരമാണ്. കാരണം ഓരോ ലൊക്കേഷനിലും നമുക്ക് നിന്ന് സ്ഥലങ്ങൾ കാണാൻ വേണ്ടി തോന്നും. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പില്യൺ റൈഡേഴ്സിനാണ് ഈ വഴി പോകുമ്പോൾ ഏറ്റവും സുഖകരമായത്. ബിക്കോസ് അവർക്ക് നല്ല കാഴ്ചകളൊക്കെ കണ്ടുവരാൻ വേണ്ടി പറ്റും. പക്ഷേ ബൈക്കേഴ്സിന് ഓടിക്കുന്ന ആൾക്ക് ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ടിൽ സൈഡിലേക്ക് നോക്കാൻ പറ്റത്തില്ല എന്നല്ല ഞാൻ പറയണത്. എന്നാൽ സൈഡിലേക്ക് നോക്കുന്നതിനേക്കാൾ കൂടുതൽ അവൻ ഫ്രണ്ടിലേക്ക് നോക്കിയില്ലെങ്കിൽ അവൻ ഏതെങ്കിലും കൊക്കയിൽ പോയി കിടക്കും. അതുകൊണ്ട് ഈ വഴി പോകുമ്പോൾ നിങ്ങൾ എല്ലാ സ്ഥലവും കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം. കാരണം ഇവിടെ എ ഫ്രെയിം കോട്ടേജസും അതുപോലെ തന്നെ നല്ല നല്ല വഴികളാണ് ഇവിടെ ഉള്ളത്. നല്ല ബ്യൂട്ടിഫുൾ വഴികളാണ്, എല്ലാം നിർത്തി കാണാൻ വേണ്ടി തോന്നും. അത്രയ്ക്കും രസമാണ്. ഇവിടെ വരാത്തവർ എന്തായാലും വട്ടവട ഒരു തവണയെങ്കിലും വിസിറ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് റൈറ്റ് സൈഡിലേക്ക് കറക്റ്റായിട്ട് ഒരു ടേണിങ്. എന്നാൽ ആ വഴി ചുമ്മാ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്നുള്ള രീതിയിൽ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ ദൈവമേ അതിനേക്കാളും രസം. നല്ല രണ്ട് സൈഡിലും മൊട്ടക്കുന്ന്, നമ്മുടെ വാഗമൺ മൊട്ടക്കുന്ന് പോലെ ഇങ്ങനെ മരങ്ങൾ ഇങ്ങനെ വെച്ചിരിക്കുന്ന ഒരു കുന്നിലേക്ക് നമ്മൾ കയറി പോവുകയാണ് ഉണ്ടായത്. കയറിപ്പോയി എന്നാൽ ഇതിന് അറ്റം വരെ പോയിട്ട് വരാമെന്നുള്ള രീതിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ദേ കിടക്കുന്നു ഒരു വീട്ടിലേക്കാണ് നമ്മൾ, വീട് പോലത്തെ ഒരു ഷെഡിലേക്കാണ് നമ്മൾ എത്തിപ്പറ്റിയത്. അവിടെ ഒരു ഡെഡ് എൻഡ് ആയിരുന്നു. ഈ സ്ഥലത്തിൻ്റെ പേര് മോണ്ടേക് ഷോള ഗ്രാസ്ലാൻഡ് എക്കോസിസ്റ്റം എന്നാണ് കേട്ടോ. പക്ഷേ നിങ്ങൾ അറിയാത്ത ഒരു രഹസ്യം ഇവിടെയുണ്ട്. ഇങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ ഇങ്ങോട്ടേക്കാണെന്നുള്ളതിൻ്റെ ബോർഡോ അങ്ങനെ ഒന്നും തന്നെ അവിടെയില്ല. പക്ഷേ ഇത് ഇങ്ങോട്ട് കയറി വന്ന് കഴിഞ്ഞാൽ ഓരോരുത്തരും 50 രൂപ വെച്ചെങ്കിലും മിനിമം കൊടുക്കേണ്ടി വരും. ഇവിടുന്ന് പിന്നെയും ട്രക്കിങ്ങിൻ്റെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന് എക്സ്ട്രാ പൈസയാണ്. സോ നമ്മൾ ഏകദേശം 10-15 പേരുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തർ 50 രൂപ എന്ന് പറയുമ്പോൾ തന്നെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അത് താഴെ അങ്ങനെ ഒരു എൻട്രി ഫീസോ അങ്ങനെ ഒന്നും തന്നെ എഴുതിയിട്ടില്ല. ഇങ്ങോട്ട് കയറുന്നവർ കയറി വന്നു കഴിഞ്ഞാൽ 50 രൂപ കൊടുക്കണം എന്നുള്ള ഒരു നിയമമാണ് ഇവിടെ. സോ ആ ഒരു കാര്യം ഇവിടെ ഒന്നും എഴുതിയിട്ടില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ തെറ്റിപ്പോകാനും സാധ്യതയുണ്ട്. സോ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. കാരണം അറിയാത്ത കുറേ അധികം ആൾക്കാരുണ്ടാകും, അവർക്ക് എല്ലാവർക്കും ഇതൊരു ഗുണകരമായിരിക്കും കേട്ടോ. വട്ടവടയിലെ സ്ട്രോബെറി കൃഷി കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. വട്ടവടയിൽ വന്നിട്ട് ഈ ഒരു തോട്ടം കാണാതെ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ നഷ്ടക്കച്ചവടമല്ലേ. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഈ ഒരു തോട്ടത്തിലെ കാഴ്ചകളും കാണാം. അതുപോലെ തന്നെ ഒരു സ്ട്രോബെറി ടേസ്റ്റ് ചെയ്യാൻ തരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു ടേസ്റ്റിൽ നിന്നിട്ട് എങ്ങനെയുണ്ടെന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും.
ഇതാണ് ഇവിടുത്തെ സ്ട്രോബെറി കൃഷി ചെയ്താട്ടോ. ഇനിയിപ്പോ ഈ സ്ട്രോബെറി ചേച്ചി എനിക്ക് ഓർമ്മ തരുമോ ചേച്ചി? ഓക്കെ, ഇതാട്ടോ സ്ട്രോബെറി. കൊള്ളാം, അടിപൊളി സാധനം. റൈഡേട്ടാ കണ്ടോ, ഇഷ്ടപ്പെട്ടോ ഇത്? ഇത് മേടിച്ചില്ലേട്ടാ? അടിപൊളി സാധനമാണല്ലേ. അപ്പോൾ ഗൈസ്, ഇതായിരുന്നു നമ്മുടെ വീഡിയോ. ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ്. ഇന്നത്തെ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. സൈചേട്ടന്റെ പ്രോപ്പർട്ടി ആയിട്ടുള്ള ബോവിഡേസ് വില്ലയിലെ അടിപൊളി ബോവിഡേ വുഡ്സിലെ അടിപൊളി കാഴ്ചകളാണ് നമ്മൾ ഇന്ന് കണ്ടത്. അതെല്ലാം അവസാനിച്ചു. ഇനിയും ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി നോക്കും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇന്ന് രാവിലെ അധികം നമ്മൾ വിചാരിച്ച പോലെ ഓഫ് റോഡ് ചെയ്യാൻ പറ്റിയില്ല. കാരണം അതെനിക്കൊരു ക്ഷമാപണം നടത്താറുണ്ട്. കാരണം ഇന്നലെ പോയവരെ കുറച്ചവർക്ക് ടയർഡായി. റീസൺ ആയിരുന്നു. അത് മാത്രമല്ല, പിന്നെ ഇന്ന് നമുക്ക് തിരിച്ചു പോകാനുള്ള ഒരു എമർജൻസി ആയിട്ടുള്ള സിറ്റുവേഷൻ വന്നതുകൊണ്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇന്ന് പോകുന്നത് തന്നെ. അല്ലെങ്കിൽ നമ്മൾ ഈ ഓഫറൊക്കെ അടിച്ച് പൊളിച്ചിട്ട് നമ്മൾ പോകണ്ടായിരുന്നുള്ളൂ. അതുപോലെ ആ ഒരു സ്വകാര്യത്തിൽ സോറി ഗൈസ്. അടുത്ത പ്രാവശ്യം നമ്മൾ എന്തായാലും പൊളിക്കുന്നതായിരിക്കും. വലിയ മോട്ടോഴ്സ് പല ടീം റൈഡേഴ്സ് എല്ലാവരും കൊള്ളായിരുന്നു. എന്തായാലും ഇനി റൈഡുകളൊക്കെ നിങ്ങൾ ചെയ്യുക ഉറപ്പായിട്ടും. എന്തായാലും താങ്ക് യു ഫോർ ചൂസിങ് മൈ ക്യാമ്പ് ആൻഡ് ഈസ് എ ന്യൂ യൂട്യൂബ് വ്ളോഗർ. അടിച്ചു പൊളിക്കുക ബില്യൺ ബ്രദർ വ്ളോഗ്സ്. അയ്യോ അപ്പൊ അതൊക്കെ ബില്യൺ ആവട്ടെ സബ്സ്ക്രൈബേഴ്സും. ഞാൻ ചെറുതായിട്ട് തുടങ്ങിയുള്ളൂ. നമുക്ക് ഒരുമിച്ച് വളരാന്നേ. ഓക്കെ, അപ്പോൾ ഗൈസ്, ഇതായിരുന്നു നമ്മുടെ കൊച്ചു വീഡിയോ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ. യെസ്, സൈനിങ് ഓഫ്.